ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായി. അവരുടെ അനുവാദമില്ലാതെ ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം മാനുവൽ അനുസരിച്ച് അവിടെ നടത്തണം അറ്റകുറ്റപ്പണികൾ. ഈ രണ്ട് കാര്യങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുവാദത്തോടുകൂടി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തത്. ശബരിമലയിൽ നിന്നും ഇത് മദ്രാസിലെത്താൻ ഹൈക്കോടതി പറഞ്ഞത് 1 മാസവും 9 ദിവസവും നീണ്ടു നിന്നുവെന്നാണ്. 39 ദിവസക്കാലം. പിന്നീട് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഈ 39 ദിവസം എന്താണ്? വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി, വ്യാജ മോൾഡ് ഉണ്ടാക്കി, വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി. അതാണ് ചെന്നൈയിലേക്ക് പോയത്. ഒറിജിനലായിരുന്ന ദ്വാരപാലക വിഗ്രഹം വലിയ തുകയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനോട്, അന്നത്തെ ദേവസ്വം മന്ത്രിയോട്, അന്നത്തെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത്, ഏത് കോടീശ്വരനാണ് നിങ്ങൾ ശബരിമല ധർമ്മശാസ്താവിന്റെ ദ്വാരപാലക ശില്പം കൊടുത്തത്? മറുപടി പറയണ്ടേ? അവർക്കറിയാമല്ലോ. എന്റെ കയ്യിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. 2019 മനോരമയുടെ വാർത്തയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പേരുള്ള ഒരു കമ്പനി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറെ 2 പേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്, 4ാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ്. അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരുടെ സർട്ടിഫിക്കറ്റാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന്. ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഇത് നടന്നുവെന്ന്. അതെല്ലാം ഇവർ മൂടി വെച്ചു, വലിയ കളവ് നടത്തി. 2025 ഇത് വീണ്ടും എടുത്ത് പൂശാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത്? അന്ന് നടത്തിയ കളവ് നമുക്കറിയാം. കള്ളന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. കള്ളന്മാര് നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കക്കാൻ പോകും, അല്ലേ? അപ്പൊ 2019 പൂശിയ ഈ സ്വർണം പൂശിയ ഈ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ 6 കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിനൊരു ബോധോദയം ഉണ്ടായി. എന്തിനാ? വീണ്ടും കത്താൻ. തിരുവാഭരണം കമ്മീഷന്റെ ഒരു കത്തുണ്ട്. ഞാൻ കോടതി വിധി മുഴുവൻ വായിച്ചതാണ്. എന്താ തിരുവാഭരണം കമ്മീഷന്റെ കത്ത്? മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത്, അത് പ്രാപ്തരല്ല. 2, ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെ സ്വർണം പൂശനം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു 10 ദിവസത്തിനകം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠൻ ചാടി. എന്താ കാര്യം? തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠൻ ചാടാൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒന്നും അറിയില്ല എന്ന് രാമനാരായണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു തിരുവാഭരണം കമ്മീഷണർ. ഇവിടെ വെച്ച് നന്നാക്കിയാൽ പോരാ, പോറ്റി കൊണ്ടുപോകണം. ഏത് പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകണം എന്ന് കത്ത് കൊടുത്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് 2019 ശബരിമലയുടെ സ്വർണം മോഷ്ടിച്ചത് എന്നറിയാവുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ ദേവസ്വം മന്ത്രിയും കൂടി വീണ്ടും തിരുവാഭരണം കമ്മീഷന്റെ കത്ത് മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും മദ്രാസിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തു.